കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീട് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് പറയണം, അമ്മ ഈ കാര്യം വന്ന് എന്നോട് പറഞ്ഞത് നന്നായി. ആ പൂർണിമ പോലീസ് സ്റ്റേഷനിലാന്നുള്ള കാര്യം ഇത് വെച്ചൊരു കളി കളിക്കണമെന്ന് പറയണം. എടാ, എന്ത് കളിയുടെ കാര്യമാണ് മോനെ നീ പറയണെന്ന് ചോദിക്കാം. അമ്മേ, ആ പല്ലവീനെ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഇതാന്ന് പറയണം. ആ പൂർണിമ അവരൊരിക്കലും ദേ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങില്ല, അവർ നേരെ ജയിലിലേക്ക് പോണെന്ന് പറയണം. ജയിലിലേക്ക് പോണെന്നോ? ഇതിപ്പോ നിന്നോട് വന്ന് പറഞ്ഞ അബദ്ധമായി പോയല്ലോ. നീ അല്ലേ പറഞ്ഞ അവര് നല്ല സ്ത്രീയാണ്. നല്ല സ്ത്രീയൊക്കെ ആമേ, പക്ഷേങ്കിൽ ആ പല്ലവിനെ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അതാണ്. എടാ, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സ്വാധീനം ഉപയോഗിക്കണം എന്ന് പറയണം. ആ നിരഞ്ജന എന്ന് പറയുന്ന ആ സ്ത്രീ അവര് പല്ലവിയുടെ സൈഡാ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അത് പറ്റില്ല. പക്ഷേങ്കില് അതിற்கு മേലെ നക്ഷത്രം കൂടുതലുള്ള ഓഫീസർമാര് വരണം നിരഞ്ജനേക്കാളും. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണിമേനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. പൂർണിമ അകത്ത് കിടക്കണം, പുറത്തിറങ്ങരുതെന്ന് പറയണം. ഇത് കേട്ടതും രാജലക്ഷ്മിക്കൊന്നും മനസ്സിലായില്ല. രാജലക്ഷ്മി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ഇതും പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് പോവാണ്. എന്റെ ദൈവമേ, ഇത് എന്തിനുള്ള പുറപ്പാടാ ഇവൻ എന്നൊക്കെ ഓർത്തോണ്ട് രാജലക്ഷ്മി ഇരിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യാണ്, SP നേരെ ഓഫീസിലേക്ക് വരുവാണ്. ആ സമയത്ത് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. കോൺസ്റ്റബിളോട് ചോദിച്ചു, നിങ്ങളുടെ മാഡം എന്തെന്ന് ചോദിക്കണം. പെട്ടെന്ന് നിരഞ്ജനെ പോയി വിളിച്ചുകൊണ്ട് വരണം. നിരഞ്ജന വന്നു കഴിയുമ്പോഴത്തേനും ചോദിച്ചു, അല്ല, ഒരു ഓട്ടോറിക്ഷ കത്തിച്ച കേസിൽ ഒരു പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവരെന്തിയെ? അവരെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ പറയണം. അവരകത്തോട്ട് വിളിപ്പിക്കാന്ന് പറയണം. അങ്ങനെ പൂർണിമനെ അങ്ങോട്ട് കൊണ്ടുവന്നു. പൂർണിമനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് അല്ല, ഇവരെ സെല്ലിലിട്ടില്ലേ, ഇവരെ ഇവിടെ നിർത്തി സ്വീകരിക്കുകയാണോ ചെയ്തതെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ സാർ, ഇവര് കുറ്റം ചെയ്തിട്ടില്ലെന്ന്. ഓ, പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ അതും കൂടെ വിശ്വസിച്ചല്ലേന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ സാറ്, എടോ, ഇവർക്കെതിരെ തെളിവുകളൊക്കെ ഇല്ലായിരുന്നോ? പിന്നെ താൻ എന്താ ഇവരെ സെല്ലിലിടാത്തെന്ന് ചോദിക്കണം. അതെ, ഞാനിവിടെ തൽക്കാലത്തേക്ക് ഒന്ന് ചോദ്യം ചെയ്യട്ടെന്ന് പറയണം. പിന്നീട് നേരെ പൂർണിമയുടെ അടുത്തേക്ക് വരുവാണ്. പൂർണിമയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആള് കൊള്ളാലോ, ഒരാളെ കൊല്ലാൻ നോക്കും അല്ലേന്ന് ചോദിക്കണം. ദുരാഭിമാനക്കൊലയായിരുന്നില്ലേന്ന് ചോദിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശം സാർ എന്തൊക്കെയാ പറയണേ? ദുരാഭിമാനക്കൊലയാ? അതെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ സാധാരണ കണ്ടുവരാറുള്ളതല്ല. പുറ സംസ്ഥാനങ്ങളിലൊക്കെയാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം. ഒന്നെങ്കിൽ സ്വന്തം മകള് ഏതെങ്കിലും ഒരുത്തനെ പ്രണയിച്ചതിന്റെ പേരിൽ, അതിന്റെ പേരിൽ നാണക്കേട് കൊണ്ട് അവന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവനെ തന്നെ തീർക്കുന്ന ഒരിത്, അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയാകാം. അപ്പൊ അങ്ങനെയുള്ള കുറെ കേസുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും അത് നമ്മുടെ ഇവിടെ തന്നെ വന്നിരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങളെ എത്തിച്ച എന്താന്ന് ചോദിക്കണം. നിങ്ങൾ അവനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും പൂർണ്ണിമ, സാർ, ഞാൻ ആരെ കൊല്ലാൻ നോക്കിയിട്ടില്ല. നിങ്ങൾ കള്ളത്തരം പറയുന്നോ? നിങ്ങളുടെ ഫോണിൽ നിന്നല്ലേ കോള് പോയെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഞാൻ, ആഹാ, അപ്പൊ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ കോള് പോയിരിക്കുന്നേ. അല്ല, നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നു ചോദിക്കണം. ഓട്ടോറിക്ഷ മാറ്റിയിടണം അല്ലെ കത്തിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട്. അത് പറഞ്ഞാണ് സാർ, പക്ഷെ എന്നും പറഞ്ഞോണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോലും. ഇങ്ങനെയാണ് ഓരോ കൊലകളൊക്കെ ഉണ്ടാകുന്നേ. വെല്ലു വിളിച്ചിട്ട് അവസാനം കൊല ചെയ്തങ്ങോട്ട് കൊന്നു കളുവോ ചെയ്യുന്നേ. അപ്പൊ നിങ്ങളുടെ പ്ലാൻ അതായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓട്ടോറിക്ഷ കത്തിച്ചേ. ഭാഗ്യം കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടേന്നൊക്കെ പറയണം. പിന്നീട് ചോദിച്ചു, അല്ല, ഇവരുടെ പേരില് കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കണം. അല്ല, ഇല്ല സാർ, ഇവര് അങ്ങനെ ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞേ. ഇവര് ഫോണും വിളിച്ചിട്ടില്ലെന്നാ പറഞ്ഞേ. ഇവര് പറഞ്ഞു. ഇവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം നിരഞ്ജനാന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ സാർ, ഇവര് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പം കുറച്ച് തെളിവും കൂടെ കിട്ടിയിട്ട്. എന്ത് തെളിവുകൾ? ഇത്രയും തെളിവുകളൊക്കെ മതി. എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തണം. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യണമെന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോവാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസ്ഥയിൽ നിരഞ്ജന നിൽക്കുകയാണ്. പിന്നീട് നേരെ പൂർണിമേനെ സെല്ലിലേക്ക് ഇടുവാണ്. കാരണം പൂർണിമയാണ് ആകെപ്പാടെ സങ്കടത്തിലായിരുന്നു. പൂർണിമേനെ ചോദ്യം ചെയ്ത് അയാൾ കർണത്തടിക്കാൻ കൈ വരെ പൊക്കി. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമയ്ക്ക് സഹിച്ചില്ല. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് ഇത്ര സമയം ശിക്ഷ അനുഭവിച്ചത്. അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പൂർണിമയ്ക്ക്. ഈ സമയത്ത് സേതുവും പല്ലവി ഇങ്ങനെ ആലോചിക്കുക, എങ്ങനെയെങ്കിലും പൂർണിമയെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. പക്ഷെ എങ്ങനെ രക്ഷിക്കും? എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കണം തന്നെ തീരുമാനിക്കുകയാണ്. ആ സമയം ഋതുവിന്റെ അടുത്തേക്ക് സ്വാതി എല്ലുവാണ്. സ്വാതി എന്നിട്ട് പറഞ്ഞു, അല്ല ചേച്ചി, പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അത് പിന്നെ ഇതുവരെയായിട്ട് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഉടനെ തന്നെ അറസ്റ്റ് ഉണ്ടാവും. കാരണം മുകളിൽ നിന്ന് SP വന്നിട്ടുണ്ട്. അപ്പൊ SP ഒന്ന് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. SP സ്വാധീനിക്കാണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിനായിട്ടും കിട്ടിയിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ സ്വാതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അമ്മേനെ പോലീസ് അറസ്റ്റ് ചെയ്താലോ? ഒരു കാരണവശാലും അമ്മ അകത്താവരുത്. ചേച്ചിക്ക് അറിയാലോ നമ്മുടെ അമ്മ പാവാന്ന് പറയണം. ചേച്ചി ചെയ്ത തെറ്റിന്റെ ബലമായപ്പം ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷയല്ല സ്വാതി ചെയ്തേ. പക്ഷെ ഇങ്ങനെയൊന്നും വരുമെന്ന് ഓർത്തില്ല എന്ന് പറയണം. ചേച്ചി,
വഴക്കുണ്ടാക്കാം, പക്ഷെ ഇതുപോലത്തെ ഒന്നും കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുതെന്ന് പറയാണ്. വഴക്ക് പരസ്പരം ഉണ്ടാക്കുന്നത് കൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളും ചെയ്യില്ല. ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതാ, സാരമില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലോ, എത്രയും പെട്ടെന്ന് തന്നെ അമ്മേനെ ഇറക്കാൻ നോക്കണമെന്ന് പറയാം. ആ സേതുവും പല്ലവി അതിന് ശ്രമിക്കുന്നുണ്ട്. ഇതിനു മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എതിർത്തിട്ടുള്ളൂ. ഇതിപ്പോ പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു പോവാം, ദൈവമേ അവർക്ക് ഇറക്കാൻ പറ്റണമെന്ന് അമ്മേനെ എത്രയും പെട്ടെന്ന്. സ്വാതി പറഞ്ഞു, എന്റെ മനസ്സിൽ ആ ആഗ്രഹം തന്നെയാ, അവരെ കൊണ്ട് അത് സാധിക്കണമെന്ന് മാത്രം ഉള്ളെന്ന് പറയണേ, എങ്ങനെയെങ്കിലും അവരിറക്കിയാൽ മതി എന്നൊക്കെ പറയാണ്. ആ സമയം സേതുവും പല്ലവിയും കൂടെ നേരെ പോവാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണം, എങ്കിൽ മാത്രമേ പൂർണ്ണിമനെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അവർ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വരുവാണ്. രൂപേഷ് എന്നാണ് അവന്റെ പേര്. അപ്പോൾ അവിടെ പല്ലവിയുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് അവന്. പിന്നീട് അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതു പരിചയപ്പെടുത്തണം, ഇത് രൂപേഷ് ആൻ ടീച്ചറിന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയണം, 3-ാം വർഷം BSc പഠിക്കുന്നവനാന്നൊക്കെ പറയണം. പിന്നീട് സേതുവിനോട് പറഞ്ഞു, ഞാൻ ആൻ ടീച്ചറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ദിവസത്തെ ലീവ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആൻ ടീച്ചർ എന്തിനാന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആൻ ടീച്ചറാണ് പറഞ്ഞേ, ഇങ്ങനെ രൂപേഷിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ, രൂപേഷിന് ചിലപ്പോൾ സഹായിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ. പിന്നീട് ചോദിച്ചു, അല്ല ഈ ഗുണ്ടാജാന്റെ വീട് എവിടെയാന്നൊക്കെ അറിയാമെന്ന് ചോദിക്കാം. ഇതേ കുറച്ച് 3-4 വീട് മാറി അപ്പറയാന്ന് പറയണം. ആണോ? അല്ല അയാളെ സ്വാധീനിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഒരു പക്ഷെ അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരെങ്കിലും വേണം, എങ്കിലും നമുക്ക് പ്രയോജനമുള്ളൂ. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആള്. അങ്ങനെ തുറന്നു പറയുന്നതെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യ ഉണ്ടെന്ന് പറയണം. അയാൾക്ക് ഭാര്യയുണ്ട്. ഭാര്യയുണ്ട്. ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും അയാൾ പറയാറുണ്ടെന്നാ പറഞ്ഞു കേട്ടുള്ളതെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഭാര്യയെ കാണാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അഡ്രസ്സ് തരാം, അവിടെ ചെന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ രൂപേഷ് അഡ്രസ്സ് കൊടുത്തു. പിന്നീട് രൂപേഷിനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് സേതുവും പല്ലവിയും കൂടെ നേരെ ഗുണ്ടാജാന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ആ സ്ത്രീ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, ജയന്റെ ഭാര്യയല്ലേന്ന് ചോദിക്കും. അതെ. നിങ്ങൾ ആരാന്ന് ചോദിക്കണം. പോലീസ് എന്നാണെന്ന് ചോദിക്കുക. പോലീസ് എന്നല്ല. അല്ല ജയനകത്താന്നുള്ള കാര്യം അറിയാലോ, ഞങ്ങള് അവനെ രക്ഷിക്കാനായിട്ട് വന്ന, അതിന് കുറച്ച് വിവരങ്ങളൊക്കെ അറിയണമെന്ന് പറയണം. രക്ഷിക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് സന്തോഷമായി. അല്ല ചതിക്കൊന്നും ഇല്ലോ എന്നെ ഇല്ലെന്ന് ചോദിക്കണേ. ചതിക്കത്തൊന്നും ഇല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്, അതിനുവേണ്ടി വന്നതെന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല ഒരു ഓട്ടോറിക്ഷ കത്തിച്ച കേസിലല്ലേ ഇപ്പൊ ജയനകത്ത് കിടക്കുന്നേ, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? അവരെ വിളിച്ച ആരാ എന്താന്നൊക്കെ മറ്റോ അറിയാവോ? അവരെ ഇങ്ങോട്ടേക്ക് വരുവോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക്. ഇങ്ങോട്ട് വന്നിട്ടില്ല, പക്ഷെങ്കിൽ ചേട്ടനെ വിളിക്കുക ചെയ്ത, ഒരു സ്ത്രീയാന്ന് പറയണം. സ്ത്രീ എന്ന് പറഞ്ഞാല് ഒരു സ്ത്രീയാ വിളിച്ച. ആ സമയത്ത് ചേട്ടൻ എവിടെയായിരുന്നു പറയണം. പക്ഷേങ്കിൽ ആരാ എന്താന്നും അറിയത്തില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് സേതുവിനും പല്ലവിക്കും ഭയങ്കര വിഷമമായിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, എന്തൊക്കെ ആരൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞാലും അതൊക്കെ ഏട്ടൻ റെക്കോർഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. പിന്നീട് അത് എൻ്റെ ഫോണിലേക്ക് ഇട്ട് തരുമെന്ന് പറയണേ. അതെന്തിനാ? കാരണം നാളെ ഒരു കാരണവശാലും ഏട്ടൻ എന്തേലും പിടിക്കപ്പെടും, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തേലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ തെളിവ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫോണിലേക്ക് ഇട്ടായിരുന്നു. രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് ആ റെക്കോർഡിംഗ് ഉണ്ടോയെന്ന് ചോദിക്കാൻ വിളിച്ചത്. ഉണ്ട്, അതെന്നെ ഒന്ന് കേൾപ്പിക്കാമെന്ന് ചോദിക്കും. അങ്ങനെ അവരെടുത്തോണ്ട് വന്ന് അത് കേൾപ്പിക്കുകയാണ്. കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഋതുവാന്ന്, ഋതുവിൻ്റെ ശബ്ദമാണത്. പിന്നീട് ചോദിച്ചു, ഈ ഫോൺ ഞങ്ങൾക്ക് തന്നുവിടുമെന്ന് ചോദിക്കുക. ഫോൺ തന്നുവിടാനാ? അതെ, നിങ്ങളെ ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ ഈ ഫോൺ ഞങ്ങളുടെ തന്നുവിടണമെന്ന് പറയാം. അവർ പ്രഗ്നൻറ്റും കൂടെയാണ്. ഈ സമയത്ത് അവർ പറഞ്ഞു, എൻ്റെ അവസ്ഥ ഉണ്ടല്ലേ സാറേ, എത്രയും പെട്ടെന്ന് തന്നെ ജയേട്ടനെ പുറത്തിറക്കണം. ഞാൻ കുറേ പറഞ്ഞു ഇങ്ങനത്തെ പണിയൊന്നും നമുക്ക് വേണ്ട, ഈ പണിയൊക്കെ നിർത്തിയിട്ട് നല്ല വല്ല ജോലിയും ചെയ്ത് എന്നെ പുലർത്താനായിട്ട്. എന്ത് ചെയ്യാനാ, ഞാൻ പറഞ്ഞാലൊന്നും അങ്ങനെ അനുസരിക്കില്ല എന്ന് പറയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫോൺ തിരികെ കൊണ്ട് തരണം, എൻ്റെ ചേട്ടനെ രക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാ. ചതിക്കത്തില്ലോ ഇല്ല എന്ന് ചോദിക്കുകയാണ്. ചതിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ വാങ്ങിച്ചോണ്ടും കൂടി പോവാണ്. ഈ സമയത്ത് നിരഞ്ജനമാളത്തിനടുത്തേക്ക് പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു, ചാർജ് ഷീറ്റ് തയ്യാറാക്കിയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ശരിക്കും പറഞ്ഞാൽ നിരപരാധീനെയാണ് നമ്മൾ ശിക്ഷിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ മോളിൽ നിന്നൊക്കെയുള്ള ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കീഴുദ്യോഗസ്ഥർക്ക് അനുസരിച്ചല്ലേ മതിയാവുള്ളൂ. പണത്തിന് മുകളിൽ ഓരോരുത്തരും പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ താഴെയുള്ളവരിങ്ങനെ അതൊക്കെ കണ്ടും കേട്ടും നമുക്ക് ഓച്ചാനിച്ച് നിൽക്കാനല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാ എന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, അവരെ കൊണ്ട് ആ ചാർജ് ഷീറ്റ് അങ്ങോട്ട് ഒപ്പിടിയിച്ച് വാങ്ങിച്ചാലേ ഇന്ന് തന്നെ കോടതി ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്യണമെന്നാ ഉത്തരവ് മോളിൽ നിന്ന് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവരെ റിമാൻഡിലാക്കണം. അതിനുവേണ്ടി എവിടെയൊക്കെയോ കളികൾ നടത്തുന്നുണ്ടെന്ന് പറയണം. നമ്മൾക്ക് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലെന്ന് ചോദിക്കണം. അങ്ങനെ വന്ന് പൂർണിമനെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ പൂർണിമനെ വിളിപ്പിച്ച് കഴിയുമ്പോൾ നിരഞ്ജന പറഞ്ഞു, അതെ കേസ് ഷീറ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തലൊന്ന് സൈൻ ചെയ്യണമെന്ന് പറയണം. പൂർണ്ണം പറഞ്ഞു, സൈൻ ചെയ്യാം, വായിച്ചു നോക്കി കേട്ടിട്ട് സൈൻ ചെയ്താൽ മതി എന്ന് പറയണം. വായിച്ചു നോക്കി അളക്കേണ്ട കാര്യമൊന്നുമില്ല മാഡം, ഞാൻ സൈൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പേനം എടുത്ത് സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനാണ് അങ്ങോട്ടേക്ക് സേതു വരുന്നത്. സേതു വന്നിട്ട് പറഞ്ഞു, പൂർണ്ണിമ അല്ല ചെയ്തേന്ന് പറയണേ.
പൂർണ്ണിമ അല്ലേ? അതെ, എൻ്റെ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, എൻ്റെ അമ്മ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാം, അതിന് തെളിവുണ്ടെന്ന് പറയാണ്. മാഡം ഒരു നിമിഷം ഒന്ന് പുറത്തേക്ക് വരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് വന്നു. പൂർണ്ണിമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നീട് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമയുടെ അല്ല, നിരഞ്ജനോട് പറഞ്ഞു, മാഡം അത് അമ്മയല്ല ചെയ്തേ, അതിന് തെളിവുണ്ട്, ഇത് ഈ ശബ്ദരേഖ കേട്ട് നോക്കാൻ പറയണ. അങ്ങനെ ശബ്ദരേഖയൊക്കെ കേൾപ്പിച്ചു. ഇത് ചെയ്ത് ഋതുവാ, പൂർണ്ണിമയുടെ മോളാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആഹാ അങ്ങനെയാണോ, അന്ന് അവളെ കയ്യോടെ പൊക്കിയിട്ട് തന്നെ കാര്യമുള്ളെന്ന് പറയണം. അയ്യോ മാഡം, ഇപ്പൊ അവളെ ഋതുവിനെ കഷ്ടമെടുക്കാൻ പോവരുത്. പൂർണ്ണിമ ഇത് ഒരിക്കലും അറിയരുത്. പൂർണ്ണിമയ്ക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം പൂർണ്ണിമയ്ക്ക് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. തന്റെ മോള് തന്നെ ചതിച്ചെന്ന് അറിഞ്ഞ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഞങ്ങൾക്കത് ഏറ്റവും കൂടുതൽ തീരാ വേദനയായിട്ട് മാറും. അതുകൊണ്ട് അതൊന്നും പാടില്ല മാഡം. തൽക്കാലത്തേക്ക് അവരന്ന് പറയണ്ടെന്ന് പറയാതെ പിന്നെ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ചോദിക്കണം. അത് പിന്നെ ഞങ്ങൾ ശ്രീഹരിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ പരാതിയൊക്കെ പിൻവലിക്കൂന്ന് പറയാണ്. അങ്ങനെ ശ്രീഹരിനെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. ശ്രീഹരി വന്നിട്ട് പറഞ്ഞു, മാഡം എനിക്ക് പരാതി ഒന്നും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളൊരു കൊടും ക്രിമിനലിനെ രക്ഷിക്കുന്നതെന്ന് ഓർമ്മ വേണം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീഹരി ഒന്നും മിണ്ടിയില്ല. ശ്രീഹരി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പോൾ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഡെയിലി സ്റ്റോറി എന്ന പേരിൽ. അപ്പോൾ ആ ചാനലിനകത്താണ് നമ്മൾ കുറച്ച് വിശേഷങ്ങളായി ഇഷിതയുടെയും മഹേഷിന്റെ, അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ ഇടുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണുന്നവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാവേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.